ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു കോമൺ ഫോർമാറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് 3 months കോഴ്സ് പ്ലസ് 3 month ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ 4 month കോഴ്സ് പ്ലസ് 2 month ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ 6 month കോഴ്സ് എന്നുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കും പൊതുവേ നിങ്ങൾ എവിടെ എൻക്വയറി ചെയ്താലും കാണാൻ പറ്റുന്നത്. ഈ പറഞ്ഞ കോഴ്സ് എല്ലാവരും തന്നെ ഒരേ കോഴ്സാണ് പഠിപ്പിക്കുന്നത്. ഡ്യൂറേഷനിലെ വ്യത്യാസമുള്ളത് വേറെ ഒന്നുമല്ല. നമ്മൾ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പം കുറേ നാളത്തേക്കുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ നമ്മൾ കുറേ പഠിക്കാനുള്ളത് പോലെ ഫീൽ ചെയ്യും. അങ്ങനെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ജെനുവിൻ ഒപ്പീനിയൻ ആണ്. അപ്പോൾ കുറേ നാളൊരു ഡ്യൂറേഷൻ ഒരു കോഴ്സിന് പറയുമ്പം ആ കോഴ്സിൽ കുറേ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഇമേജ് ആണ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇമേജ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്തോളൂ. പൊതുവെ ഈ പറഞ്ഞ അക്കാഡമീസിലെല്ലാം പഠിപ്പിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതായത് വേർഡ് പ്രസ് യൂസ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. പിന്നെ അതിന് SEOയിലോട്ട് മൂവ് ചെയ്യും. പിന്നെ മെറ്റാ ആഡ്സ് പഠിപ്പിക്കും. പിന്നെ ഗൂഗിൾ ആഡ്സ് പഠിപ്പിക്കും. ഇതായിരിക്കും ഒരു കോമൺ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 months കോഴ്സ് എടുത്താലും 4 month ആയിരിക്കും 6 month ആണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു 50% ഓഫ് ദ കോഴ്സ് ഡ്യൂറേഷൻ അവർ വേർഡ് പ്രസ് ഉണ്ടാക്കുന്നതിലും വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിലും SEOയിലും ആയിരിക്കും അവർ സ്പെൻഡ് ചെയ്യുന്നത്. അതായത് 3 മാസത്തെ ഒരു കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതിൽ ഏകദേശം ഒരു 2 മാസവും അവർ വേർഡ് പ്രസ് ഉണ്ടാക്കുന്നതും ഈ പറഞ്ഞ SEO ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് അവർ മെറ്റാ ആഡ്സും ഗൂഗിൾ ആഡ്സും അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഏറ്റവും നന്നായി പഠിക്കേണ്ട ഒരു കാര്യമാണ് മെറ്റാ ആഡ്സും ഗൂഗിൾ ആഡ്സും. ബിക്കോസ് നമ്മൾ ജോബ് നോക്കുന്ന ടൈമിലാണെങ്കിലും മെറ്റാ ആഡ്സും ഗൂഗിൾ ആഡ്സിനാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്. SEOക്ക് കമ്പാരിറ്റീവ്ലി സാലറി കുറവാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ആഡ്സും മെറ്റാ ആഡ്സും പ്രോപ്പർലി നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഹയർ സാലറി ജോബ് നോക്കുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ബിക്കോസ് അതിലത്തെ ഒരു സോളിഡ് നോളജ് നിങ്ങൾക്ക് വേണം ഈ പറഞ്ഞ മെറ്റാ ആഡ്സും ഗൂഗിൾ ആഡ്സും. ബിക്കോസ് അതിലാണ് ഇപ്പോൾ കൂടുതൽ പേയ്മെന്റ് സാലറി ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, അതായത് ഈ ഒരു വേർഡ് പ്രസ് ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളത് നിങ്ങളുടെ ഒരു നോളജിൽ ഇത്ര ആഡ് ഓൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കില്ലിൽ ഇത്ര ആഡ് ഓൺ ആണ്. പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൊസിഷനിൽ നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ കയറുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തായാലും ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ളൊരു ജോബ് വരത്തില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് വരുന്നൊരു ജോബ് എന്ന് പറയുന്നത് SEO ചെയ്യുക, മെറ്റാ ആഡ്സ് ചെയ്യുക, ഗൂഗിൾ ആഡ്സ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ, ഗ്രാഫിക് ഡിസൈനിങ് ഒന്നും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റി അല്ല. ഈ ഇടയായിട്ടും ഞാൻ കോഴ്സ് തുടങ്ങിയ സമയം തൊട്ട് ഇതുവരെ കഴിഞ്ഞൊരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഞാൻ പൊതുവെ എൻ്റെ അടുത്ത് കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, വേറെ അക്കാഡമിയിൽ നിന്ന് പഠിച്ച സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പം അവർ വർക്ക് ചെയ്യുന്നതെല്ലാം ചെറിയൊരു സാലറിയിലുമാണ്. അത് മാത്രമല്ല അവർക്ക് ചെയ്യേണ്ട ജോബ് എന്ന് പറയുന്നത് അവർ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യണം, ചിലപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടി വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ഗ്രാഫിക് ഡിസൈനിങ്ങും വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഹയർ പൊസിഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഒരു കമ്പനി എപ്പോഴും കൂട്ടുന്നത് മെറ്റാ ആഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്തതും SEO ചെയ്തൊക്കെയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുന്നത്. നിങ്ങൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ അവിടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നൊരു ജോബിൽ ഈ പറഞ്ഞ വെബ്സൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യണം എന്നുള്ളൊരു ജോബിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയാണ്, നിങ്ങളൊരു ഹയർ ജോബിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ല. മേ ബി നിങ്ങൾ ഫ്രീലാൻസിങ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതായത് നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പേയ്മെന്റ് കിട്ടും, നിങ്ങൾക്ക് എക്സ്ട്രാ സർവീസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ജോബിന് കയറുമ്പം അവർ നോക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങും വെബ്സൈറ്റ് ഡെവലപ്മെന്റും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിലുള്ളൊരു സംഭവം അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സംഭവത്തിൽ നിങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ വരത്തില്ല. അഡ്വാൻറ്റേജ് ആയി എപ്പോഴും വരുന്നത് നിങ്ങൾ മെറ്റാ ആഡ് ചെയ്തോ ഗൂഗിൾ ആഡ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് മാറുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ഹയർ സാലറി ജോബ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ റീസണും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെറ്റാ ആഡ് ഗൂഗിൾ ആഡ് ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എലമെന്റ്സിനെ പറ്റിയുള്ള പ്രോപ്പർ ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ഹയർ സാലറി ജോബിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഞാനിത് ക്ലിയർ ആയി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനും കോഴ്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ നോർമലി ഒരു ഫ്രഷർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഹയർ സാലറി ജോബിൽ കയറാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ്, 1-on-1 ട്രെയിനിങ് ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർവ്യൂ ട്രെയിനിങ്ങിൻ്റെയും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസസിൻ്റെയും ബെനിഫിറ്റ് കൊണ്ട് മാത്രമാണ് അവർക്കൊരു ഹയർ സാലറി ജോബിൽ കയറാൻ പറ്റുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അത് പോസിബിൾ ആണ്, നിങ്ങൾ കുറച്ചും കൂടി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. സോ നോർമലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്സിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഐ വിൽ ഡു എ ഡീറ്റെയിൽ വീഡിയോ ലേറ്റർ.